சார் இங்க இப்போ சபரிமலைக்கு போயிட்டு மம்முட்டி சாருக்கு உடல் நலம் தேரணும் அப்படின்னு நீங்க பிரார்த்தனை பண்ணியிருக்கீங்க. ஸோ உங்களுடைய அந்த ஆழமான நட்பு பத்தி ஏதாவது சொல்லுங்களேன் சார். அதுக்கு எதுக்கு சொல்லணும்? ശബരിമല പോയി മമ്മൂക്ക സംബന്ധമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പ്രസ് മീറ്റിലെ എമ്പുരാന്റെ പ്രസ് മീറ്റില, അതായത് ഇന്ന് തമിഴ്നാട്ടിലായിരുന്നു കൂടുതലും കാര്യങ്ങളും ചർച്ചകളും മൊത്തം. ഓക്കെ, ഇന്ന് അതുപോലെ തന്നെ ഇർഫാൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ചാനലിലാണെങ്കിലും മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ഈ പറഞ്ഞ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മമ്മൂക്കന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിലും അത് ഭയങ്കര ഒരു ചർച്ചാ വിഷയം കാര്യങ്ങൾ. അപ്പൊ ലാലേട്ടൻ കൊടുക്കുന്ന മറുപടിയും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ മലയാള ഇൻഡസ്ട്രി പൂട്ടിക്കെട്ടാൻ പോവാണെന്നൊക്കെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. ഈ തെലുങ്ക് ഇൻഡസ്ട്രിയിലാണെങ്കിലും കർണാടക ആണെങ്കിലും അവരുടെയൊക്കെ അടിച്ച് പരുപ്പാക്കി വിട്ടതെന്നാണ് പറയും പൃഥ്വിരാജും ലാലേട്ടനും കൂടെ. ഇന്ന് തമിഴ്നാട്ടിലാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും എനിക്ക് ഇതുവരെ കണ്ട വെച്ച് നോക്കുമ്പോൾ പ്രസ് മീറ്റ് ഇച്ചിരി കൂടെ നല്ല വൃത്തിയായിട്ട് ചെയ്തത് തമിഴ്നാട്ടുകാർ തന്നെ. പിന്നെ അതുപോലെ ഇർഫാൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്, ഫുഡ് ബ്ലോഗറാണ്. അദ്ദേഹത്തിന്റെ ചാനലിലാണെങ്കിൽ ഇന്ന് ലാലേട്ടന്റെ അടിപൊളി എന്തോ തഗ്ഗ പുള്ളിക്കാരനും പൃഥ്വിരാജും കൂടെ ഇരുന്ന് അടിക്കുന്നത്. ഓക്കെ, അതിന്റെ വിഷയങ്ങൾ സംസാരിക്കാം. നമുക്ക് ആദ്യം മമ്മൂട്ടിയുടെ കാര്യത്തിലോട്ട് പോകാം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് എന്താണ് സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സ്റ്റേജ് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു സുഹൃത്തിന്റെ വഴിയാണ് ഞാനിത് അറിഞ്ഞാൻ കഴിഞ്ഞത്. പിന്നെ ശബരിമലയിൽ ചെന്നപ്പം ആ ഒരു റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ലീക്ക് അയക്കിയത് അവിടുത്തെ ദേവസ്വം ബോർഡിലുള്ള ഒരാൾ ആരാണ്ടാണ്. അത് ലാലേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, രഹസ്യമായിട്ട് ചെയ്തൊരു കാര്യമാണ്. പിന്നെ അവരാരും ഇത് പുറത്തൊന്നും വിടത്തൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ നീ ആരാടാ മോനെ, മറ്റേ മോനെ, മറിച്ചേ മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. சார் இங்க இப்போ சபரிமலைக்கு போயிட்டு மம்முட்டி சாருக்கு உடல் நலம் தேரணும் அப்படின்னு நீங்க பிரார்த்தனை பண்ணியிருக்கீங்க. ஸோ உங்களுடைய அந்த ஆழமான நட்பு பத்தி ஏதாவது சொல்லுங்களேன் சார். அதுக்கு எதுக்கு சொல்லணும்? ശബരിമല പോയി അവർക്ക് വേണ്ടിയിട്ട് വി ഡിഡ് എ പൂജ. അത് அந்த ദേവസ്വം ബോർഡിലെ யாரோ somebody leaked that receipt to the press. அது எதுக்கு சொல்லணும்? இட்ஸ் ஆல் வெரி பர்சனல் അല്ലേ? உங்களுக்காக ഒരാൾ ഒരു പ്രേ പണ്ടത് വൈ ഷുഡ് യു ടെൽ? ഇല്ല, நிறைய பேர் പറയും ஓ ஐ வில் ப்ரே ஃபார் யூ, എന്നിട്ട് அப்படியே வேற ஏதாவது பேசிட்டு இருக்கும். இஃப் ஐ ப்ரே ஃபார் யூன்னு சொன்னா யூ மஸ்ட் ப்ரே இல்லையா? ஸோ அது மாதிரி என்னோட ஃப்ரெண்ட் அவர், என்னோட ஒரு பிரதர். ஸோ இட்ஸ் நத்திங் ராங். உங்களுக்காக நான் ப்ரே பண்ணலாம் சார். உங்களை பார்த்தாலும் ஒரு ശബരിമല சாமி மாதிரி இருக்கு. தேங்க்யூ சார். சார், அதே கேள்வியோட கண்டினியூஸ். மம்முட்டி சார் நாங்கள் தமிழ்நாட்டிலையும் நிறைய நாங்கள் கொண்டாடுறோம், இது பண்ணுறோம். மம்முட்டி சாரோட ஹெல்த் பற்றி நிறைய கான்ட்ரவர்சி, நிறைய இதாயிட்டு இருக்கு. நீங்க ஒரு ஃப்ரெண்டா இருக்கீங்க, உண்மையிலே அவர் எப்படி இருக்காரு, உங்கள்கிட்ட பேசினாரா? ஹி இஸ் ஃபைன். அவ்வளோ திஸ் இஸ் அவருக்கு என்னமோ ஒரு சின்ன ஒரு ப்ராப்ளம் இருந்தது, எல்லாருக்கும் இருக்கும், அது மாதிரி தான். நத்திங் டு வரி. ஓகே, தேங்க்யூ. പൃഥ്വി സാർ, ഹിയർ ലാലേട്ടൻ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് എന്തിനാ അത് പറഞ്ഞു നടക്കുന്നത്? അത് ശബരിമലയിലെ ദേവസ്വം ബോർഡിൽ ഒരാൾ ലീക്കാക്കിയതാന്നുള്ളതാണ്. നിങ്ങൾക്കറിയാലോ ആ സമയത്ത് മമ്മൂക്കയ്ക്ക് ഇന്ന പോലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുള്ള രീതി മറുനാടന്റെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെ രീതി പോയിട്ടുണ്ടായിരുന്നു. മറുനാടൻ പറഞ്ഞത് അത് കറക്റ്റ് കാര്യങ്ങൾ തന്നെ ആയിരുന്നു. എനിക്കറിയാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ആളുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീയൊക്കെ ആരാടാ, മറ്റവന്മാരെ നിനക്കൊക്കെ ഒന്നും അറിയാതെ വന്നിട്ട് ഇരുന്ന് കൊണയടിക്കുക എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതെല്ലാം ചുമ്മാ വന്നിട്ട് കൊണയടിക്കുകയല്ല. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, എന്തായാലും ഈ പ്രസ് മീറ്റിൽ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് മലയാളം ഇൻഡസ്ട്രി തന്നെ ഇടിഞ്ഞ് വീണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. போயிட்டு இருக்கு அப்படின்னு சொல்லிட்டு இருக்காங்க. மலையாள சினிமா க்ளோஸ் பண்ண போறாங்க அப்படின்லாம் தகவல் பரவிட்டு இருக்கு. ஆனா பட் எம்ரான் பாத்தீங்கன்னா பெரிய அளவுக்கு 2000 கோடி 1000 கோடின்னு சொல்லிட்டு இருக்காங்க. நேற்று வரைக்கும் நான் அந்த மாதிரி ஒரு வார்த்தை கேட்கல. நல்ல படங்கள் வந்துட்டு இருக்கு, எல்லா இண்டஸ்ட்ரியிலும் இது மாதிரி ஜெயம் பராஜயம் எல்லாம் வரும். அதுக்காக க்ளோஸ் பண்ண முடியுமா ஒரு இண்டஸ்ட்ரி? இட்ஸ் ஒன் ஆஃப் த கிரேட்டஸ்ட். அல்ல, எத்தனை பேரோட பிளட் அண்ட் ஸ்வெட் தான் அந்த இண்டஸ்ட்ரி. தப்பா நினைக்காத, இந்த மாதிரி வார்த்தைகள் சொல்லிவிடாதுங்க. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രി ഇല്ലാണ്ടാവുമെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ തന്നെ ഒരുപാട് പടങ്ങളുണ്ട് ഹിറ്റടിച്ച. മഞ്ഞോൾ ബോയ്സ് ഒക്കെ നിങ്ങളുടെ തമിഴ്നാട്ടിൽ പൂന്ത കൊളയുടെ വരുന്നല്ലോ, പ്രേമവും. എനിക്ക് തോന്നുന്നു നിവിൻ പോളിക്കൊക്കെ തമിഴ്നാട്ടിൽ നല്ല ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എമ്പുരാൻ മക്കളെ കൊളുത്തും, അത് ഉറപ്പാ. അത് ഞങ്ങൾക്ക് കോൺഫിഡൻസ് തന്നെ ഉണ്ട്. ഞങ്ങളുടെ നാട് അറിയപ്പെടും. എല്ലാവരും മാർക്കോ എന്ന് പറയുന്ന പോലെ മാർക്കോ ആയിരുന്നു ഇപ്പം നിൽക്കുന്നത്. അതൊക്കെ ഒന്ന് സൈഡാക്കാൻ പോവാണ് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. എന്തായാലും എമ്പുരാൻ കയറി വരട്ടെ. പിന്നെ ഓക്കെ, ഇനി അടുത്ത ഒരു ഇതും കൂടെ വെക്കാം.
6 மாசத்துக்கு ஒரு படம்னா கூட 200 வருஷம் ஆகும் சார். சார் நீங்க எவ்வளவு பெரிய ஸ்டார்னு தெரியணும்ல, எவ்வளவு நேஷனல் அவார்டு வாங்கிங்கன்னு தெரியும். ஆனா நீங்க ஜெயிலர் படத்துல கெஸ்ட் ரோல் பண்ணீங்க, கமல் சார் கூட என்ன போல் ரோல் பண்ணீங்க, விஜய் கூட ஜில்லால கொஞ்சம் எக்ஸ்டெண்ட் பண்ணாங்க. இந்த மாதிரி ஹீரோ மலையாளத்துல அப்படி பண்ணுவாங்களா என்னன்னு தெரியாது. எப்படி உங்களுக்கு இந்த மனசு வருது இந்த மாதிரி கேரக்டர் பண்ண? ஐ எம் an actor. That's a simple thing. அதுக்கு கெஸ்ட் ரோல் അതൊന്നും ഇല്ല. അതൊരു this is like a beautiful exchange of our culture, our love, your friendship. அவர் இந்த படத்துல ஆக்ட் பண்ணலாமான்னு கேட்டா കണ്ടിപ്പാ ആക്ട് பண்ணலாம் if you have the dates. ഡേറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഭിനയിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജയിലറിനകത്ത് എന്താടേ എൻ്റെ പൊന്നോ, മോഹൻലാലിനെ ആ ഒരു 5 മിനിറ്റ് ഉപയോഗിച്ച രീതി വേറെ ലെവൽ. അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറെ ഏറ്റവും കൂടുതൽ എനിക്ക് ചിരി വന്നതെന്ന് വെച്ചൊരു ഇൻ്റർവ്യൂ ആണ് ഇർഫാൻ്റെ, തമിഴിലെ ഫുഡ് ബ്ലോഗറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടുപോട്ടെ. എൻ്റെ യൂട്യൂബ് തുറക്കുന്ന കാലം തൊട്ട് കാണുന്ന ഒരു തമിഴാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ പൃഥ്വിരാജും ഈ പറയുന്ന ലാലേട്ടനും വന്നിരിക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര രോമാഞ്ചം. എന്തായാലും നമുക്ക് അതൊന്ന് കാണാം. ஹாப்பியா இருக்கு. லூசிஃபர் நீங்க எல்லாரும் பார்த்துருப்பீங்க. அந்த படத்தோட செகண்ட் பார்ட் சீக்கிரமா வரப்போகுது, எம்புரான். இந்த படத்துக்காக நம்ம கூட இன்னைக்கு மோகன்லால் சாரும் இன்னைக்கு பிருத்திவிராஜ் சார் நம்ம கூட இருக்காங்க. ஹாய் சார், வெல்கம். எப்படி இருக்கீங்க? தேங்க்யூ, ரொம்ப நல்லா இருக்கு. நீங்க எப்படி இருக்கீங்க? நான் சூப்பரா இருக்கேன். இந்த படம் வந்து இது வரைக்கும் மலையாளத்துல வந்ததுலயே வந்து பிக்கஸ்ட் இன்வெஸ்ட் பண்ணி பண்ற படம்ல, பெரிய இது 200 crores சொல்லி நான் கேள்விப்பட்டேன். 200? ஆமா. ஓ, ஏத்திக்கிட்டே போகுது எல்லாரும். அப்படியே ப்ரோ, நீங்க சொன்னீங்க 200 crores. இங்க எந்த ப்ரோ யார சொன்னது? அவன் மூஞ்ச பார்க்கட்டும். டேய் இவன்டா அவன். ஓகே, சம் மிஸ் இன்ஃபர்மேஷன் நினைக்கிறேன். ஓகே சார், இது வந்து ஒரு பெரிய பட்ஜெட் படம்னு நான் வந்து கேள்விப்பட்டேன். எதனால இது வந்து பெரிய பட்ஜெட் படம், எதனால வந்து இது வந்து ஒரு we never have said what the cost of the film is. பட்ஜெட் பத்தி நாங்க எங்கேயுமே பேசுறதே கிடையாது. அதோட இன்னொரு முக்கியமான விஷயம்னா, படத்தோட பட்ஜெட் டிசைட் பண்றது டைரக்டரோ, ஹீரோவோ, ப்ரொடியூசரோ கிடையாது. படத்தோட பட்ஜெட் டிசைட் ஆகிறது ஸ்கிரிப்ட்ல. அந்த ஸ்கிரிப்டுக்கு என்ன தேவைப்படுதோ அதுதான் படத்துல வேணும். அதுக்கு என்ன செலவு பண்ணணுமோ அதான் செலவு பண்ணணும். இது வந்து ரொம்ப ஆம்பிஷியஸான ஒரு ஃபிலிம். അറ്റ്ലീസ്റ്റ് കേരള മലയാളം ഇൻഡസ്ട്രി എനിക്ക് ഉറപ്പാ ഇതിന് വലിയ പൈസ എന്തായാലും 350-400 കോടിയൊക്കെ പറയുന്നുണ്ട്. 350 ഒക്കെ ആവും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഇത് ഇറങ്ങിക്കഴിഞ്ഞ് ചിലപ്പോൾ പൃഥ്വിരാജ് പുറത്തു വിടുമായിരിക്കും എത്ര കോടി ചിലവായെന്ന്. അവർ പറയുന്ന വെച്ചാൽ സ്ക്രിപ്റ്റും ഈ പറയുന്ന അതിനകത്ത് എന്തൊക്കെയാ വേണ്ട അതനുസരിച്ചായിരിക്കും. ഈ ഐഫോൺ വരെ ഈ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഐഫോൺ, റെഡ്മി ഒക്കെ വെച്ച് വരെ ഷൂട്ട് ചെയ്ത പടമാണ്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. ഇതൊക്കെ ചില ഷോട്ടൊക്കെ എടുക്കണമെങ്കിൽ ഇതൊക്കെ വെച്ചെടുക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്തേക്കുന്നത്. എന്തുവന്ന് കണ്ടറിയാം. ഇത് കഴിയുമ്പോൾ പറയാം എത്ര കോടി ബഡ്ജറ്റിൽ ഇറക്കിയ പടമാണ്. മലയാള ഇൻഡസ്ട്രിയല്ല, ഞാൻ പറയട്ടെ, വലിയ എന്താ പറയുക 30 കോടി ബഡ്ജറ്റിൽ ഇറക്കിയ പടമാണ് നമ്മുടെ ടോവിനയുടെ ഈയിടയ്ക്ക് ഇറങ്ങിയ അജയൻ്റെ 2ാം മോഷൻ. എത്ര പക്കയായിട്ട് എടുത്തേ. വേറെ വല്ല അവന്മാരാണെങ്കിൽ മുന്തിയ രീതിയിൽ 10, 600, 700 ഒക്കെ ഏതാണ് ആദിപുരുഷ് ഇത്ര എൻ്റെ പൊന്നോ 450, പിന്നെ അത് എഡിറ്റ് ചെയ്ത് വന്ന് 10, 700 കോടിയോളം ആയതാ. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ വേറെ ലെവലാവും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓക്കെ, ബാക്കിയും കൂടെ കേൾക്കാം. பொறுத்த வரைக்கும் இந்த அளவுக்கு ட்ரீம் பண்ண ஒரு மெயின் ஸ்ட்ரீம் ஃபில்ம் வந்து இதுக்கு முன்னாடி I don't know if somebody is, because இது எங்களை பொறுத்த வரைக்கும் கம்ப்ளீட்லி அன்எக்ஸ்ப்ளோர்ட் ஆன ஒரு கேன்வாஸ், கம்ப்ளீட்லி அன்எக்ஸ்ப்ளோர்ட் ஆன ஒரு ஸ்கேலில் பண்ணுற ஒரு படம். அண்ட் வி ஹோப் 27th நீங்கள் போய் படம் பார்க்கும்போது நீங்கள் அந்த ஸ்கெயில் எல்லாம் வந்து இன்னொரு சைடில் இந்த கான்டென்ட் உங்களுக்கு அப்பீலிங்காக இருக்குங்கிறது தான் வாட் வி ஆர் ஹோப்பிங் ஃபார். நைஸ். எனக்கு ஆக்சுவலி நான் வந்து உங்ககிட்ட நான் பேச போறேன்னு சொன்னது எனக்கு வந்து என்னோட ஃப்ரெண்டு ஒரு கேள்வி எனக்கு சொன்னார். என்ன வந்து ஒரு 10-15 இயர்ஸ்க்கு முன்னாடி நீங்கள் ஸ்டேஜில் வந்து ஒரு விஷயம் சொல்லியிருக்கீங்க. அதாவது வந்து மோகன்லால் சாரும் மஞ்சு வாரியர் இருக்காங்களா, அவங்களும் வந்து சேர்ந்து படம் நடிப்பாங்க அப்படின்னு சொல்லிட்டு நீங்கள் சொல்லியிருக்கீங்க போல. அது வந்து இப்போ நடக்குது அப்படின்ற மாதிரி அவர் என்ன சொல்ல 6 years முன்னாடி நடந்தாச்சு. அதுதான் 6 വർഷം മുമ്പേ നടന്നതാ. 6 വർഷം മുമ്പ് നടന്നതാണ്. ഇവൻ ഭയങ്കര തഗ്ഗാണ് കേട്ടോ. ഇത് കുറച്ച് പോർഷൻ മാത്രമേ ഞാനിവിടെ വെക്കുന്നുള്ളൂ. സത്യം പറഞ്ഞ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഫുള്ളിരുന്ന് കാണണം. നിങ്ങൾ എന്തായാലും ഇർഫാൻസ് വ്യൂ എന്നും പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ് തമിഴ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് 6 ലക്ഷം കഴിഞ്ഞ്, ഇപ്പം തന്നെ 6 മണിക്കൂറിലാണ്. നിങ്ങൾ എന്തായാലും അത് കാണണം. நடக்குது அப்படின்ற மாதிரி அவங்க கேட்டாங்க, நீங்க என்ன இலுமினாட்டியா இல்ல வந்து எப்படி நீங்க இதெல்லாம் வந்து கண்டுபிடிக்கிறீங்க அப்படின்னு சொல்லி உங்க கேட்க சொன்னாங்க அந்த கேள்வி. இல்லை, இது என்னன்னா இப்போ இலுமினாட்டி நாங்கள் இலுமினாட்டின்னு சொல்ல மாட்டோம். அது கொஞ்சம் சீக்ரெட். சாரி. தமிழ் ஃபுட் ஆர் கேரளா ஃபுட்? கேரளா ஃபுட் சார் உங்களுக்கு எனக்கு ஃபுட் ராபிடா ஒரே சொல்லாரு ஃபுட். ஓகே, ஃபேவரட் தமிழ் ஆக்டர் ஆர் ஆக்ட்ரஸ்? ஆக்டர்ஸ். வேற மாதிரி தலைவன் சொல்லக்கூடாது. சார் இல்ல சார், யாராவது ஒரு
இல்ல சார், ஏதாவது ஒரு ஆக்டர் இல்ல ஆக்ட்ரஸ் நீங்க நேம் சொல்லுங்க. அதான் ஆக்ட்ரஸ் எல்லாரும் எல்லா குட் ஆக்ட்ரஸும் எனக்கு பிடிக்கும். கைஸ் கம் ஆன். மனசுல இருந்து பேசார் மனுஷன். எல்லா நல்ல ஆக்டர்ஸும் எனக்கு பிடிக்கும். அதுக்கு വേരിയേഷൻ ഇല്ല. ആക്ടർ ഈ ഇന്റർവ്യൂ ഫുള്ള് നിങ്ങളിരുന്ന് കാണാം. ഞാൻ ചിരിച്ചൊരു പരുവായി സത്യം പറഞ്ഞല്ല. ഓക്കെ, ഇപ്പം മമ്മൂക്കാന്റെ കാര്യം സംസാരിച്ച് വന്നപ്പോഴാണ് ഇപ്പം തമിഴ്നാട്ടിലാണ് ഇന്നത്തെ മൊത്തം. ഇപ്പൊ ഇന്നത്തെ യൂട്യൂബേഴ്സ് ഒക്കെ എല്ലാം ഇത് നേരത്തെ എനിക്ക് തോന്നുന്നു ഇന്നലെ ഷൂട്ട് ചെയ്ത സംഭവമാണ്, ഇന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് തമിഴ്നാട്ടിലായതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് ആളെ കത്തുമെന്ന് എല്ലാവർക്കും അറിയാം. എമ്പുരാൻ നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ഇന്ന് മമ്മൂട്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എമ്പുരാൻ എല്ലാവരും ടിക്കറ്റ് എടുത്തവരെല്ലാവരും ടിക്കറ്റ് എടുത്തൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം. പടം എന്തായാലും 500 കോടി ഉറപ്പാ. ഞാൻ 1000 2000 ഒന്നും പറയുന്നില്ല, 500 കൺഫേമാ. ഇപ്പൊ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങാണ്ട് 70 കോടിയോളം ഇന്നത്തെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയത്. എന്തായാലും വേറെ ലെവൽ ആയിക്കോട്ടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും സബ്ബൊക്കെ ചെയ്യുക. പിന്നെ മമ്മൂക്കൻ്റെ കാര്യങ്ങൾ സത്യമാണ്, സത്യത്തിൽ നടൻ പറഞ്ഞതും. ഓക്കെ, ബൈ, ലവ് യു ഓൾ.